തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് കൊട്ടിഘോഷിച്ച് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് കുറച്ച് പ്രവർത്തകർ മാത്രം. മന്ത്രിയുടെ ഓഫീസിന് നേർക്ക് കഴിഞ്ഞ ദിവസം നടന്ന CPM അക്രമം വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചായിരുന്നു മാർച്ച്. ഡിവൈഎഫ്ഐയെ പ്രതിരോധിക്കാൻ നൂറുകണക്കിന് യുവമോർച്ച BJP പ്രവർത്തകരും കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ ഒത്തുകൂടിയിരുന്നു. സംഘർഷം ഒഴിവാക്കാൻ ചെറൂർ പാലത്തിൽ മാർച്ച് പോലീസ് തടയുകയായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മുമ്പ് CPM തൃശൂർ ഏരിയ കമ്മിറ്റി മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐയുടെ മാർച്ചിനെ പ്രതിരോധിക്കാൻ നൂറുകണക്കിന് യുവമോർച്ച പ്രവർത്തകരും ഇന്ന് ഉച്ച മുതൽ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ ഒത്തുകൂടിയിരുന്നു. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അധിക്ഷേപിക്കാനും BJPയുടെ മിന്നും വിജയത്തിൽ വിരളി പൂണ്ടവർ നടത്തുന്നത് സമരാഭാസമാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. വാഴ CPMന്റെ ഓഫീസിലോ അവരുടെ തറവാട്ട് വീട്ടിലോ എവിടെ വേണമെങ്കിൽ വയ്ക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുന്നതിന് BJP എതിരല്ല. MP യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതിന് BJP എതിരല്ല. പക്ഷേ MP യുടെ ഓഫീസിൻ്റെ ബോർഡിൽ കരിയോയിലൊഴിച്ച് അവിടെ തേർവാഴ്ച നടത്താമെന്നുള്ള ഡിവൈയുടെ പ്രഖ്യാപനമാണ് ഞങ്ങൾ തടയാനായിട്ട് നിന്നത്. അതിന് വന്നാൽ എന്ത് വില കൊടുത്തും തടയും. MP യുടെ ഓഫീസിൽ വാഴ പോയിട്ട് ഒരു മുട്ടുസൂചി പോലും DYFI വെക്കില്ല എന്ന് BJP പ്രഖ്യാപിച്ചു. അതിപ്പോൾ ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. അവർക്ക് ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാം, പക്ഷേ വെല്ലുവിളിച്ചിട്ട് ഇവിടെ പറഞ്ഞ കരിയോയിലേക്ക് ഒഴിക്കാൻ വന്നാൽ ഞങ്ങൾ തടയും. പോലീസ് അങ്ങനെ അന്ന് തടയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ സംഘടിക്കേണ്ട ഒരു ഇതായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയോജക മണ്ഡലങ്ങളിൽ 6 BJP വ്യക്തമായ ലീഡാണ് ഉണ്ടാക്കിയത്. ഈ മുന്നേറ്റം വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് വ്യാജ ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് CPM നടത്തുന്ന സമരങ്ങൾക്ക് പിന്നിലെന്നും BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. അക്രമത്തിന്റെ മാതൃക CPM ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതേ മാർഗത്തിൽ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള മാതൃകയിൽ തന്നെ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും. അതിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ച അന്ന് മുതൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇവർ ലൂർദ് മാതാവിൻ്റെ കിരീടവുമായി ബന്ധപ്പെട്ട അപവാദ പ്രചരണങ്ങൾ ആരംഭിച്ചു. രണ്ടാമത് ഇവർ പൂരം കലക്കിയുമായി പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇവർ അപവാദ പ്രചരണങ്ങൾ ആരംഭിച്ചു. മൂന്നാമതാണ് ഇപ്പോൾ കള്ളവോട്ടുമായി പ്രചരണങ്ങൾ നടത്തുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷത്തെയും ഭയപ്പെടുത്തുന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തിലെ അവരിപ്പോഴും മുക്തരായിട്ടില്ല. പ്രതിഷേധ പരിപാടികളിലേക്ക് വലിയ രീതിയിൽ പ്രവർത്തകരെ രംഗത്തിറക്കുമെന്ന് DYFI വ്യക്തമാക്കിയിരുന്നെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹവും കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പരിസരത്തടക്കം നിലയുറപ്പിച്ചിരുന്നു. ജനം, തൃശൂർ.